എണീറ്റിട്ട് എൻ്റെ മനസ്സിനും ബുദ്ധികൾക്കും ഇന്ദ്രിയങ്ങൾക്കും എൻ്റെ കാലുകൾക്കും എൻ്റെ കൈകൾക്കും ഒക്കെ ആരാണോ ശക്തി നൽകുന്നത് അല്ലേ? എന്നും നമ്മൾ മരിക്കുന്നുണ്ട്. നമ്മളൊരു ദിവസത്തിൽ എന്നും മരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. രാത്രി നല്ല സുഷുപ്തിയിൽ പോയ നമ്മൾ വല്ല ലോകം അറിയുന്നുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിക്കുമ്പോഴാണ് നമ്മുടെ സ്വപ്നലോകം. അപ്പം മനസ്സ് കാണുന്നതാണ് സ്വപ്നം. അവിടെ ഇന്ദ്രിയങ്ങളില്ല, നമുക്ക് ലോകമില്ല, പക്ഷെ മനസ്സ് കാണുന്നുണ്ട്. ഈ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി എന്തൊക്കെ കണ്ടോ നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നല്ല സ്വപ്നം ചീത്ത സ്വപ്നമുണ്ട് ഇല്ലേ? എന്താണ് നല്ല സ്വപ്നം ചീത്ത സ്വപ്നം? അത് നമ്മുടെ വാസനയാണ്. മനസ്സ് കാണുന്ന എല്ലാം നമുക്ക് കാണിച്ചു തരില്ല, പക്ഷെ അവിടെ മനസ്സ് പറയും ഇവൻ ഇത് കാണിച്ചു കൊടുക്കും. ചിലത് നമുക്ക് പറയാം അല്ലേ, നല്ല സ്വപ്നങ്ങളുണ്ട് ചീത്ത സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഈ മനസ്സാണ് തീരുമാനിക്കുന്നത്, വാസനയ്ക്കനുസരിച്ച് ഏതുവന് കാണിച്ചു കൊടുക്കണം. ഇനി ഈ മനസ്സും ലയിക്കുമ്പോഴാണ് സുഷുപ്തി. ഈ മനസ്സും അവിടെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ല സുഷുപ്തിയാണ്. അവിടെ ഒന്നുമില്ല, നമുക്ക് ലോകമില്ല, നമ്മുടെ ശരീരമില്ല. അങ്ങനെയുള്ള ആ സുഷുപ്തിയിൽ നിന്ന് നമ്മൾ ഉണരുകയാണ്. നമ്മൾ ഉണരുമ്പോൾ ആദ്യം എന്താ, നമ്മുടെ ലോകമാണ് ഉണരുന്നത്, ഞാൻ എന്ന ബോധമാണ് അല്ലേ? ഞാൻ അലാറം അടിച്ചാലും നമ്മൾ ഉണരുന്ന ഞാൻ എന്ന ബോധത്തിലാണ് ഉണരുന്നത്. ആ ബോധം വന്നതിൻ്റെ ശേഷമാണ് ലോകം നമുക്കുള്ളൂ അല്ലേ? അപ്പം ആ ഞാൻ എന്ന ബോധം ആദ്യത്തെ ഒരു വിചാരം, അത് മനസ്സാ. അപ്പം ആദ്യം ഉണ്ടാകുന്ന മനസ്സാ. ആ ഒരു ഇതൊന്നും പിന്നെ നമുക്ക് ലോകമായി, പിന്നെ നമ്മുടെ സമയം വഴി പിന്നെ എല്ലാം നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങുക. പക്ഷെ അത് ഇവിടെ പറയാണ്, അങ്ങയുടെ ജഡമായിരിക്കുന്ന ഈ ശരീരവും ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന കരണങ്ങൾ, നമ്മളതിനെ അന്ധക്കരണം എന്ന് പറയും. നമ്മുടെ ഒന്ന് സ്ഥൂല ശരീരം, പിന്നെ അന്ധക്കരണം പറയും. ഈ മനസ്സ് ബുദ്ധി അഹങ്കാരത്തിന് പറയുക അന്ധക്കരണങ്ങൾ എന്നാണ് പറയുക. ഒന്ന് നമ്മുടെ ജഡശരീരമാണെങ്കിൽ മറ്റേത് അന്ധക്കരണം. അപ്പം ഈ അന്ധക്കരണങ്ങളും ഒക്കെ എങ്ങനെ വർത്തിക്കും? അങ്ങയുടെ അവതാരം മൂലം. നമ്മുടെ ഉള്ളിൽ ആ ഭഗവത് രൂപം ഉണ്ടെങ്കിൽ, ആ സ്മരണ ഉണ്ടെങ്കിൽ, നമുക്ക് അവതരിക്കാൻ പറഞ്ഞാൽ ഇതിനകത്ത് സൃഷ്ടിക്കാനൊന്നും പറ്റില്ല. സ്മരണ, ആ സ്മരണ വന്നാലാണ് ഇതൊക്കെ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുള്ളൂ എന്ന് പറയാണ്. ഇത് നമ്മുടെ ഗീതാണ് കേട്ടോ, നമ്മുടെ ആത്മഗീതമാണ്. ഗോപികമാരെ അവിടെ വൃന്ദാവനത്തിൽ വേദവ്യാസ മഹർഷി ഗോപികാ ഗീതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആത്മഗീതമാണ്. ഇത് ഓരോരുത്തരുടെ ഉള്ളിൽ നടക്കുന്ന ആത്മഗീതമാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാവ്യാർത്ഥത്തിൽ പറയുന്നത്. ഇനി ആനന്ദമയനായ അങ്ങയുടെ ചേർച്ച കൊണ്ട് ദുഃഖവും സുഖമായിരിക്കുന്നു. കാരണം ഇതിവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക്, ഇത് ഇടയ്ക്ക് നമ്മൾ വിടുമ്പോഴാണ് ഈ ദുഃഖത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ അത് എപ്പോഴും സുഖമായിട്ടേ ഇരിക്കുന്നു. ഇനി ഒരു നിമിഷം അങ്ങ് ഇതിനെ വേർപെട്ടു പോയാൽ ഇവയൊക്കെ ഇല്ലാത്തതുപോലെയായി. ശബ്ദാദി വിഷയ സമ്പത്തുകളുടെ അതിദേവതയായ പ്രകൃതി ദേവി പരമപുരുഷനായ ഈശ്വരൻ്റെ എഴുന്നള്ളത്തിനെ മാനിച്ച് ജഡങ്ങളായ നോക്കിയപ്പോൾ അവിടെ ഐശ്വര്യ വഴിയാണെങ്കിൽ ഇവിടെ ആ പ്രകൃതി ദേവി കർണങ്ങളും വിഷയസമ്പത്തുക്കളുടെ സേവനം ചെയ്ത് ദാസ്യം വഹിക്കുന്നു. നമ്മുടെ ഈ ഉള്ളിലൊരു അവതാരം, എന്തായാലും അവതാരം ഉള്ളിൽ നമ്മുടെ ഈശ്വരൻ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും അതിനനുസരിച്ചിരിക്കും അല്ലേ? അപ്പോഴാണ് ആ പ്രകൃതി ദേവി നമ്മുടെ ഓരോ കർണങ്ങൾക്കും ശബ്ദങ്ങളെ, നമ്മുടെ ശബ്ദസ്പർശ രസഗന്ധങ്ങൾ, നമ്മുടെ ലോകം എന്താ അല്ലേ? കാണുന്ന ദർശനം, സ്പർശനം, പിന്നെ മണം, രുചി അല്ലേ? ഇപ്പം ഈ ലോകത്ത് ഇത് മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് തരണമെങ്കിൽ ഈ പ്രകൃതി ദേവി എങ്ങനെയാണ് തരുന്നത്? നമ്മുടെ കർണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്ത്? ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ നമുക്ക് ലോകമുണ്ടോ? നമ്മുടെ ലോകം പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. പണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ലോകമുണ്ടോ? കർമ്മേന്ദ്രിയങ്ങൾ, നമ്മൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് കിട്ടിയ ആ അറിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ കർമ്മേന്ദ്രിയങ്ങൾ. അപ്പം ഈ ജ്ഞാനേന്ദ്രിയങ്ങളും ഈ കരണങ്ങളും നമ്മളിൽ വർത്തിക്കണമെങ്കിൽ, ശരിയായ രൂപത്തിൽ വർത്തിക്കണമെങ്കിൽ ഉള്ളിൽ ഈ അവതാരം ഭഗവത് സ്മരണ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കലാണ് പറയുന്നത്. ജഡങ്ങളായ പ്രസ്തുത കരണങ്ങളെ കൊണ്ടും ഓരോ നിമിഷത്തെ ജീവിതം കൂടി അങ്ങയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സഞ്ചാരമാണ് അല്ലേ? മനസ്സിൻ്റെ സഞ്ചാരമാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഓരോ ദിവസം നമ്മൾ പറയും എങ്ങനെയാണ് ജീവിതം? നമ്മുടെ മനസ്സാണ് നയിക്കുന്നത്. ആ മനസ്സ് നയിക്കും നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ പോകണം, എവിടെ എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുന്ന ആരാ? മനസ്സാണ്. അപ്പം ഈ മനസ്സിന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നീ ചെയ്തു കൊടുക്കുന്നതിൻ്റെ വിവേചനം ചെയ്തു കൊടുക്കുന്ന ബുദ്ധിയാണ്. അപ്പോൾ ആ ബുദ്ധിക്ക് എങ്ങനെ തോന്നും? ആ ചിത്തിൽ നമ്മൾ നല്ല വാസന ഉണ്ടാക്കി വെക്കണം.
നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്ത് ആ വാസന, നല്ല വാസന ഉള്ളിലുണ്ടെങ്കിലേ നമ്മൾ ബുദ്ധി പറയുള്ളൂ, നീ ഇത് ചെയ്യല്ല, ഇന്ന് ചെയ്യണ്ട. അത് നമ്മൾ വകതിരിവ് വേണ്ടി പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആ നല്ല വാസന ഉണ്ടാക്കി വെക്കണം. അതിനെന്ത് വേണം? ഈ പ്രകൃതി ദേവിയും കൂടി നമ്മളെ അനുഗ്രഹിക്കണം. അപ്പോൾ ആ പ്രകൃതി ദേവി അനുഗ്രഹിക്കാൻ എന്ത് വേണം? ഉള്ളിൽ നമ്മുടെ ആ ആത്മദർശനം, ഈശ്വരത്വം നമ്മൾ കുടിയിരുത്തണം. അപ്പോൾ അതിൻ്റെ താല്പര്യം ഓരോ നിമിഷവും അവ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അങ്ങയെ അന്വേഷിക്കുന്നു. അതായത് ആനന്ദത്തെ തിരയുന്നു. ഓരോ വസ്തുവിലും കാലദേശങ്ങളിലും തേടുന്നു. ബഹിർമുഖത്വം കൊണ്ടും നാനാത്വ ഭാവം കൊണ്ടും അങ്ങയെ മാത്രം കാണാൻ കഴിയുന്നില്ല. ഇനി എന്ത് പറ്റി? അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പം അവിടെ കൃഷ്ണൻ ഗോപിയുടെ കയ്യിൽ നിന്ന് പ്രത്യക്ഷമായി. ഇവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ സുഖത്തെ അന്വേഷിച്ച് പുറത്തേക്ക് പോയാൽ തുടങ്ങി. നമ്മൾ ബഹിർമുഖത്വമായി ആനന്ദത്തെയും നമ്മുടെ സുഖത്തെ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് പായിക്കൊണ്ടിരിക്കുക. എവിടെ നിന്നാണ് സുഖം കിട്ടുക, എങ്ങനെയാണ് അത് അനുഭവിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാനാത്വ ഭാവം കൊണ്ടും അങ്ങയെ മാത്രം കാണാൻ കഴിയുന്നില്ല. അങ്ങ് എന്തുകൊണ്ടാണ്? അങ്ങയെ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെത്താൻ നശിക്കുന്നതാണ് ഇവയ്ക്ക് ചാരിതാർത്ഥ്യം. ഈ അങ്ങയെ കെട്ടിയിട്ടില്ലെങ്കിൽ, പണ്ട് രുക്മിണി ദേവി പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ആ രുക്മിണി സ്വയംവരത്തിൽ പറയും, രുക്മിണി ഒരു കത്ത് അയച്ചിട്ടുണ്ട് അല്ലേ, അങ്ങയെ പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജന്മം അവസാനിക്കും അല്ലേ. ആ ജീവൻ്റെ ആണ്, അതും ഒരു ജീവൻ ആത്മാവിനെ തെരയുന്നതാണ്. രുക്മിണി സ്വയംവരം ഇതേപോലെ തന്നെയാണ് രുക്മിണി സ്വയംവരം. അങ്ങയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഇവിടെ അവസാനിപ്പിക്കും. പിന്നെയും പറയുന്നുണ്ട്, ഞാൻ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാമെന്ന് പറയുന്നുണ്ട് രുക്മിണി. എന്താ, നമ്മളും ജീവന്മാർ അങ്ങനെ എത്തണമെങ്കിൽ എത്രയോ വർഷം. നെച്ചൂര് പറയും, എത്രയോ വർഷങ്ങൾ നിങ്ങളിപ്പോൾ തുടങ്ങി വയ്ക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഈ സത്സംഗങ്ങളിലൊക്കെ ഇരുന്ന് ഈ വാസന ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് സഫലമാവും. അതുവരെ നിങ്ങൾ പക്ഷേ അതിൽ അർജുനൻ ചോദിക്കേണ്ടത്, ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ വേസ്റ്റാവില്ലേന്ന്. അപ്പം അതിലും ഗീതയിൽ പറയുന്നുണ്ട്, ഇല്ല അർജുന, നീ എവിടെ ചെയ്തു ഇതൊന്നും വേസ്റ്റാവില്ല. അടുത്ത ജന്മത്തിലും നിനക്കിതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്യാൻ അവസരം കിട്ടും, നീ പേടിക്കണ്ടെന്ന് ഗീതയിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ള ഭഗവാന്റെ ഉള്ളിൽ നിന്നല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇപ്പോൾ രാവിലെ സമയം കിട്ടി വേഗം സഹസ്രനാമം ചെല്ലും, പിന്നെ 100 പണികളാണ് അല്ലേ അതിൻ്റെ ഇടയിൽ. പക്ഷെ നമ്മൾ ആ ഒരു മനസ്സിരുത്തി പറഞ്ഞാൽ മതി. ഒരു നേരം, ഒരു മിനിറ്റെങ്കിലും. അതിനൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു കർഷകൻ നാരദൻ പറയും, ഞാനാ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയും. അപ്പോൾ നാരദൻ വൈകുണ്ഠത്ത് ചെന്നിട്ട് പറയുമ്പോൾ നാരദന് ഒരു പണി കൊടുക്കണം. നാരദന് മനസ്സിലാക്കണ്ടേ, ഒരു കൃഷിസ്ഥലത്ത് പോയിട്ട് ആ കൃഷിക്കാരൻ്റെ അടുത്ത് പോകാൻ പറയും. അവിടെ ആ കൃഷിക്കാരനെ 24 മണിക്കൂർ നോക്കുമ്പോൾ അവൻ രാവിലെ എണീക്കുമ്പോൾ കൃഷ്ണ നാരായണ എന്നൊരു പറയും. രാത്രി അതുവരെ വയലിലും പണിയൊക്കെ എടുത്ത് രാത്രി കിടക്കണ കൃഷ്ണ വസുദേവ കൃഷ്ണ ഗുരുവായൂരപ്പ 2 പ്രാവശ്യം നാമം ചെല്ലും. പിന്നെ അവന് കടന്നുറങ്ങും. ഈ 2 പ്രാവശ്യം ചെല്ലാറുണ്ട്. അവൻ തിരിച്ചു വന്ന് ഭഗവാനോട് പറയും, ഭഗവാനെ അവൻ ആകരുണ്ട്. ഞാനാണെങ്കിലോ എപ്പോഴും നാമം ചെല്ലിയും കൂടി ഇരിക്കുക. അതെയോ, അവർ കുടം നിറച്ച് എണ്ണ നിറച്ച് തലയിൽ വെച്ച് കൊടുക്കും. ഒരു തുള്ളി പൂവരുത് കേട്ടോ, ഒന്ന് വലം വെച്ച് വരാൻ പറയും. ഒരു തുള്ളി പുറത്തേക്ക് പോവരുത്. ആ കുടവും വെച്ചുകൊണ്ട് നാരദ് ഭൂമി ചുറ്റാൻ പോകും. ഭൂമി ചുറ്റി വന്നപ്പോൾ ചോദിച്ചു, നാരദ പോയോ? ഒരു തുള്ളി പോയിട്ടില്ല, ഞാൻ അവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. എത്ര പ്രാവശ്യം നാരായണ ചോദിച്ചു. അതെങ്ങനെ ജപിക്കുക? ഞാനീ നായേ ശ്രമിച്ച അതിൻ്റെ ഉള്ളത് എണ്ണ പോയില്ലേ? ഞാൻ എണ്ണ പോകേണ്ട അവിടെ മുഴുവൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണയിലായിരുന്നു. അപ്പം നാരദ ആ കൃഷിക്കാരൻ അവനവൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് അവൻ 24 മണിക്കൂർ പണി ചെയ്യുമ്പോൾ 2 പ്രാവശ്യം എന്നെ വിളിച്ചു ഇല്ലേ? നീ ഇത്രയും നേരം വിളിച്ചിട്ട് ഇത്രയും വിളിക്കുമോ? 1 പ്രാവശ്യം വിളിച്ചുവോ? അപ്പോഴാണ് നാരദന് മനസ്സിലായി, കർമ്മത്തിൻ്റെ ഇടയിൽ നമ്മൾ ആത്മാർത്ഥമായ ഏത് കർമ്മം, ഇപ്പം ഇവിടെ ഗോപികമാർ ചെയ്യുന്ന പോലെ നമ്മുടെ ഓരോ കർമ്മവും ആ കൃഷ്ണാർപ്പണ വസ്തു കൊണ്ടായാലും അവർ കുപ്പ ഇട്ടപ്പോഴും അവരെ മനസ്സിൽ അത് കുപ്പയല്ല, അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്തു. ആ കുപ്പ കളയേണ്ടടുത്ത് കുപ്പ കളയണ്ടേ, പക്ഷെ അവർ ആ കുപ്പ കളഞ്ഞില്ല. അവരെ മനസ്സിൽ എന്ത് കളയുന്നതും എന്ത് എടുക്കുന്നതും ശ്രീകൃഷ്ണാർപ്പണ വസ്തുതയെ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നാരദനടിച്ചാടി ഭഗവാനെ കിട്ടിയത്. ഇപ്പം ഇവിടെ നമ്മുടെ കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം അവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു മിനിറ്റ് പോലും പോയി കഴിഞ്ഞാൽ, ആ വിചാരം പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കുണ്ടിൽ ചാടിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടാത്ത ചെയ്യിപ്പിക്കുന്നത് എന്നാണ്. അപ്പം ഇതിനെ ഒഴിവാക്കാൻ എന്ത് വേണം? സദാ
നമ്മൾ ഏതെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറ്റുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത് ഇന്നത്തെ ഒരു യുവാക്കൾക്ക് ഒരു ഗൈഡ് ലൈൻസ് ഇല്ല, പറയാൻ ഒരു ഇല്ല. ദുർഗാദേവി എങ്ങനെ ബ്ലൗസ് ഇടണമെന്നൊക്കെ ചോദിക്കും. 8 കൈയുള്ള ദുർഗാദേവി എങ്ങനെ ബ്ലൗസ് ഇടുക, ശരിയല്ലേ? അവരെ ചോദ്യം ശരിയാണ്. കാരണം ഇതൊക്കെ പണ്ടുള്ള ദുർഗാദേവി ആരെങ്കിലും കണ്ടിട്ടാണോ 8 കൈ വരച്ചത്? ഇത് വരച്ചത് ആരും